തിരുവനന്തപുരത്തിന്റെ നഗര കാഴ്ചകൾ ഇനി ഈ പുതുപുത്തൻ KSRTCയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിലിരുന്ന് ആസ്വദിക്കാം. ബസ്സിന് മുകളിലേക്ക് കയറുവാനായി ഇതുപോലത്തെ രണ്ട് വഴികൾ, അത് മുന്നിലും പിന്നിലുമായിട്ടാണ്. മുകളിലും താഴെയുമായി 65 സീറ്റുകൾ, 5 CCTV ക്യാമറകൾ, ഒരു LED TV. വാഹനം നിർത്താൻ സീറ്റുകൾക്ക് സമീപത്തായി സ്റ്റോപ്പ് ബട്ടണുകൾ. ഓർഡർ ചെയ്ത രണ്ടാമത്തെ KSRTC സ്വിഫ്റ്റ് ബസ് കൂടി എത്തുന്നതോടെ തിരുവനന്തപുരത്തെ യാത്രകൾ കളർഫുൾ ആകും. ആനയറത്തെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നിന്ന് ക്യാമറമാൻ സജികുമാറിനോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥുണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ഗോകുൽ. പണ്ടേ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖമുദ്രയാണ് ഈ 2 നില ബസ് എന്ന് പറയുന്ന സംവിധാനം. KSRTC തലസ്ഥാനത്തിന്റെ ഒരു ആകർഷണമാണ് അല്ലെ, ആനവണ്ടിയുടെ ഡബിൾ ഡെക്കർ ബസ്. പക്ഷെ ഇപ്പോ രൂപവും ഭാവവും എല്ലാം മാറി വീണ്ടും പുത്തനായി ഇറങ്ങുന്നു. സന്തോഷകരം. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഇതിപ്പം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2 ബസ്സുകൾ തിരുവനന്തപുരത്തിന് അനുവദിച്ചിട്ടുള്ളത്. ബസ്സുകളുടെ മൊത്തം തുക എന്ന് പറയുന്നത് 4 കോടിയിലധികം പുറത്താണ്. അതിൽ ആദ്യത്തെ ബസ്സാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നത് പോലെ തന്നെ മുംബൈ നഗരമൊക്കെയാണ് ഒരു കാലത്ത് വിൻറ്റേജ് മാതൃകയിൽ ഇത്തരത്തിൽ വീണ്ടും നവീകരിച്ച് ബസ് സംവിധാനങ്ങളൊക്കെ പുനർനിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി നമ്മളതെല്ലാം മറന്ന് വീണ്ടും മുൻപോട്ട് പോകുന്നു എന്നുള്ള തരത്തിൽ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇത്തരത്തിലൊരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഒരു പുനർസൃഷ്ടി എന്ന് പറയുന്നത്. അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മൾ മറന്നു പോയെങ്കിലും ഇതിന് വിൻറ്റേജ് കാലഘട്ടത്തിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് കുറേ കൂടുതൽ ഉപയോഗ സാധ്യതകൾ അന്നും ഇന്നും എല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 2 നിലകളിലായിട്ട് 35 സീറ്റാണ് മുകളിലത്തെ നിലയിലുള്ളത്, താഴെ 30 സീറ്റ്, അങ്ങനെ ടോട്ടൽ 65 സീറ്റുകളിൽ ഒതുങ്ങുന്ന ഒരു ബസ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലിരുന്ന് സഞ്ചരിക്കാനും യാത്ര കാണാനും സിനിമാ ഷൂട്ടിങ്ങിന് അടക്കമുള്ള കാര്യങ്ങൾക്കും മുകൾ നില ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതുവഴി സിനിമാ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങൾക്കും ഒക്കെ സംവിധാനങ്ങളുള്ള ഒരു ബസ് സംവിധാനമാണ്. അപ്പം 4 കോടി രൂപ മുടക്കുമുതലാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ബസ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ബസ് സംവിധാനം ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് യൂസ് ചെയ്യുകയും അതിനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത്. ഈ ബസ് സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജിബിൻ JB പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ടൂറിസത്തിനായിട്ട് കൂടുതൽ ഫണ്ടും തുകകളും ഒക്കെ തന്നെ ചിലവാക്കുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതും. മോത്തി. ശരി ഗോകുൽ.